ഇന്ന് ഡിസംബർ 27 വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ തിരുനാളാണ്. സെബദിയുടെയും സലോമിയുടെയും ഇളയ മകനാണ് യോഹന്നാൻ. അദ്ദേഹവും ജ്യേഷ്ഠൻ വലിയ യാക്കോബും വിശുദ്ധ പത്രോസിനെ പോലെ സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. അന്ത്യത്താഴ വേളയിൽ യേശുവിൻ്റെ മാറിൽ ചാരിക്കിടക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠ ശിഷ്യനായിരുന്നു യോഹന്നാൻ. യേശുവിൻ്റെ രൂപാന്തരീകരണ വേളയിലും ജൈറോസിൻ്റെ പുത്രിയെ ഉയർപ്പിച്ചപ്പോഴും ഗസ്തമേനിൽ രക്തം വിയർത്ത പ്രാർത്ഥിച്ചപ്പോഴും യോഹന്നാൻ പത്രോസിനോടും യാക്കോബിനോടൊപ്പം സന്നിഹിതനായിരുന്നു. യോഹന്നാൻ സുവിശേഷവും 3 ലേഖനങ്ങളും വെളിപാടും വളരെ ശ്രദ്ധേയമാണ്. സുവിശേഷം എഴുതിയത് 90-നും 100-നും മധ്യേ ആയിരിക്കണം. യോഹന്നാൻ സുവിശേഷം എഴുതാൻ തുടങ്ങിയപ്പോൾ മറ്റ് 3 സുവിശേഷങ്ങളും വായിച്ച് പരിചയപ്പെട്ടിരുന്നുവെന്ന് തോന്നുന്നു. പീഡാനുഭവ ചരിത്രം, 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി തൃപ്തരാക്കിയതും വെള്ളത്തിൻ്റെ മീതെ നടന്നതും മഗ്ദല യേശുവിടെ പാദങ്ങൾ കഴുകിയതുമൊക്കെ സമാന്തര സുവിശേഷങ്ങളിൽ വിവരം യാതൊന്നും സ്ലീഹ ആവർത്തിക്കുന്നില്ല. വന്ന ചരിത്രം കൊണ്ട് ആരംഭിക്കുന്ന തൻ്റെ സുവിശേഷം ഈശോയുടെ ദൈവമഹത്വം സ്ഥാപിക്കാൻ താൻ എഴുതിയതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈശോയുടെ വംശാവലി കൊണ്ട് ഈ സുവിശേഷം ആരംഭിക്കുന്ന മത്തായിയുടെ പ്രതീകം മനുഷ്യരാണെങ്കിൽ യോഹന്നാന്റെ പ്രതീകം വാനമേഘങ്ങളിലേക്ക് പറക്കുന്ന കഴുകൻ്റേതാണ്. ആധ്യാത്മിക സുവിശേഷം എന്നാണ് യോഹന്നാൻ സുവിശേഷത്തെ വിളിക്കാറുണ്ട്. യോഹന്നാനെ സഹോദരൻ യാക്കോബിനെയും ഇടിനാഥൻ്റെ പുത്രന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. ഈശോയെ സ്വീകരിക്കാതിരുന്ന സമരിയാക്കാരുടെ മേൽ തീയരട്ടെ എന്ന് ചോദിച്ചും ഈശോ തൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ ഈ 2 സഹോദരന്മാരെ വലുതും എടുത്തും ഇരുത്തണമെന്ന് ആവശ്യപ്പെട്ടതുമായിരിക്കാം. വാർദ്ധക്യത്തിൽ യോഹന്നാൻ തൻ്റെ ഉപദേശം ആരാഞ്ഞുകൊണ്ട് ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത്: കുഞ്ഞുമക്കളെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ദൈവത്തിന് നമ്മളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നാം മനസ്സിലാക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാവുന്നു. സ്നേഹത്തിൽ വസിക്കുന്ന ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ സ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.